ഹായ് ഓൾ, വെൽക്കം ടു PSC ബുക്ക് ഷെൽഫ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ന്യൂ SSCRT സീരീസിലെ സെവൻത് സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 7th ചാപ്റ്റർ ആണ്. ഓൾറെഡി തന്നെ നമ്മൾ 9th ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 7th ക്ലാസ്സിലെ പാർട്ട് 1ലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 9th ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ആ ക്ലാസ്സുകൾ കാണുക. അതോടൊപ്പം തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ചാപ്റ്ററിലേക്ക് തന്നെ കിടക്കാം. 7th ചാപ്റ്റർ എന്ന് പറയുന്നത് ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ എന്നതാണ്. ഇതിൽ മെയിൻ ആയിട്ട് നമ്മുടെ എല്ലാ എക്സാമുകളിലും ഒരു മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പരുവത്തിനുള്ള ടോപ്പിക്കുകൾ ഉള്ള നമ്മുടെ മേഖലയാണ് ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയുടെയും കേരളത്തിന്റെയും കാർഷിക മേഖലയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറെ എക്സാമുകളുടെ ട്രെൻഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ കാർഷിക മേഖലയും അതുപോലെ തന്നെ ഹരിത വിപ്ലവത്തെ പറ്റിയും ഒരു ക്വസ്റ്റ്യൻ. മസ്റ്റ് ആയിട്ട് നമുക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണിത്. എന്നാൽ വളരെ സിമ്പിൾ ആയ ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് എല്ലാവരും ഈ ചാപ്റ്റർ കാണുക. ജസ്റ്റ് എക്സാമിന് പോകുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും ഈ ചാപ്റ്റർ ഒന്ന് നോക്കിയതിനു ശേഷം മാത്രം എക്സാമിന് പോവുക. അപ്പൊ നമുക്ക് ചാപ്റ്ററിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ആണ് ചാപ്റ്ററിൽ കാണിച്ചിരിക്കുന്നത്. അതായത് കുറച്ച് വസ്തുക്കളും അതുപോലെ തന്നെ ഒരു വീടും ആ വീട്ടിൽ സ്വയം കൃഷി ചെയ്യുന്ന കുറച്ച് കർഷകരെയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ആവശ്യമൊന്നുമില്ല. അതൊരു നീതു എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഡയറി കുറിപ്പാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ല. നമുക്കതിനകത്ത് നോക്കിയിരിക്കേണ്ടത് പല ടൈപ്പുള്ള കൃഷി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഉപജീവന കൃഷി എന്ന് പറയുന്നത്. വീടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഉപജീവന ആവശ്യത്തിന്, അതായത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ കൃഷി ചെയ്യുന്നത്. കർഷകർ തങ്ങളുടെ കുടുംബത്തിന്റെ ഉപജീവന ആവശ്യത്തിനായി ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന രീതിയാണിത്. ലാഭം നേടുക എന്നത് ഈ കൃഷി രീതിയുടെ പ്രാഥമിക ലക്ഷ്യം അല്ല. സാധാരണ നമ്മൾ കൃഷി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാഭം നേടുക എന്നൊരു ഉദ്ദേശത്തോടെയാണ്. പക്ഷെ ഉപജീവന കൃഷി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ലാഭം നേടുക എന്നത് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യമല്ല. അതായത് കർഷകൻ തങ്ങളുടെ കുടുംബത്തിന്റെ ഉപജീവനത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. എന്നാൽ ചില അവസരങ്ങളിൽ മിച്ചം വരുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ മറ്റാവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിൽക്കുകയും ചെയ്യുന്നു. പരമ്പരാഗത കൃഷി ഉപകരണങ്ങളാണ് ഈ കൃഷി രീതിയിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. അടുത്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സമ്മിശ്ര കൃഷി എന്ന് വെച്ചാൽ എന്താണെന്ന്. ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നതിനെ ആണ് നമ്മൾ സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ എന്താ ചെയ്യുന്നത്? കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, മീൻ വളർത്തൽ തുടങ്ങിയവയും സംയോജിപ്പിച്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കൃഷി ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് കന്നുകാലികൾക്കുള്ള തീറ്റ കൃഷിയിൽ നിന്ന് നമുക്ക് ലഭിക്കില്ലേ? അത് നമുക്കൊരു ബെനിഫിറ്റ് അല്ലേ? കൃഷിക്ക് ആവശ്യമായ വളം കന്നുകാലികളുടെ ചാണകം വഴി നമുക്ക് ലഭിക്കില്ലേ? ചെലവ് താരതമ്യേന കുറവായിരിക്കില്ലേ? കാരണം നമ്മൾ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്, ആ സ്ഥലത്തിൽ കൃഷി ചെയ്യുന്നു. അപ്പം അവിടെ കുറച്ച് പുല്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ അവിടെ വാഴ കൃഷി ചെയ്യാണെന്ന് വിചാരിക്കുക. ആ വാഴയുടെ ഇലയും വാഴയുടെ പിണ്ടിയും ഒക്കെ പശുവിന് കൊടുക്കാൻ പറ്റും. പശുവിന് ഒരു ഫുഡും ആകും. അതേസമയം ആ കൃഷി ചെയ്യാതെ കന്നുകാലിനെ മാത്രം വളർത്തുകയാണെങ്കിൽ എന്താ പ്രശ്നം? അതിനാവശ്യമുള്ള എല്ലാ ഫുഡും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് വീണ്ടും നഷ്ടമാവില്ലേ? അപ്പം ഈ സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് താരതമ്യേന ചെലവ് കുറഞ്ഞ ഒരു കൃഷിയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നല്ല ലാഭവും നേടാൻ സാധിക്കും. ഇനി തോട്ടവിള എന്താണെന്നുള്ള കാര്യമാണ്. തോട്ടവിള കൃഷി പരമ്പരാഗത രീതിയിൽ നെല്ലും മറ്റ് ഭക്ഷ്യവിളകളും മാത്രം കൃഷി ചെയ്തിരുന്ന കർഷകർ ബ്രിട്ടീഷുകാരുടെ വരവോടെ വിശാലമായ പ്രദേശത്ത് വൻതോതിൽ തോട്ടവിളകളായ തേയില, കാപ്പി, ഗ്രാമ്പൂ, ഏലം, കുരുമുളക് തുടങ്ങിയവ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. വ്യവസായ വിപ്ലവത്തിന്റെ ഈറ്റില്ലമായിരുന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന അളവിൽ കാർഷിക അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായിരുന്നു. അതിനായി 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടുകൂടി കോളനി രാജ്യങ്ങളിൽ അവർ തോട്ടവിളകൾ പ്രോത്സാഹിപ്പിച്ചു. ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവും ഈ കൃഷി രീതിയുടെ പ്രത്യേകതകളാണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം. അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കുക, ഈ പറയുന്ന കൃഷി തോട്ടവിള കൃഷി എന്ന് പറയുന്നത് താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവാണ് ഉള്ളതെന്ന് ഓർത്തിരിക്കുക. പിന്നെ പ്രധാനമായും വരുന്ന തോട്ടവിളകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം. ഏതൊക്കെയായിരുന്നു പ്രധാനമായും നമ്മൾ ഇവിടെ കണ്ട തോട്ടവിളകൾ ഏതൊക്കെയാണ്? തേയില, കാപ്പി, ഗ്രാമ്പൂ, ഏലം, കുരുമുളക്. ഇവയാണ് നമ്മൾ തോട്ടവിളകളായി അറിയപ്പെടുന്നത്. തോട്ടവിള കൃഷി താരതമ്യേന നമുക്ക് ചിലവ് കുറഞ്ഞ ഒരു രീതിയാണ്. ഓക്കെ, ഇനി വാണിജ്യവിള കൃഷി എന്ന് പറയുന്നത് എന്താണ്? അതായത് വാണിജ്യവിള എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് പ്രധാനമായും വരുന്നത്? റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം തുടങ്ങിയവയാണ് വാണിജ്യവിളകളായി കണക്കാക്കുന്നത്. എന്താണ് വാണിജ്യവിള കൃഷി? കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്
വാണിജ്യ വിള കൃഷി എന്ന് പറയുന്നത് വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന കാർഷിക അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതിൽ വാണിജ്യ വിള കൃഷിയുടെ പങ്ക് വളരെ വലുതാണ്. ഉയർന്ന മൂലധന നിക്ഷേപണവും അതുപോലെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന ഈ കൃഷി ഒരു തരം കൃഷിയാണ് വാണിജ്യ വിള കൃഷി എന്ന് പറയുന്നത്. പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണ് വാണിജ്യ വിളകൾ എന്ന റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം തുടങ്ങിയവയാണ് പ്രധാന വാണിജ്യ വിളകൾ എന്നറിയപ്പെടുന്നത്. ഏതൊക്കെയായിരുന്നു? തോട്ടവിളകൾ, ഏലം, ഗ്രാമ്പൂ, തേയില, ഇതൊക്കെയായിരുന്നു തോട്ടവിളകൾ. വാണിജ്യ വിളകൾ എന്ന് പറയുന്ന റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം, അതായത് നമുക്ക് കുറെ കാശുണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം വരുന്നതാണ് വാണിജ്യ വിളകൾ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഭക്ഷ്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുമില്ല. ഇപ്പൊ റബ്ബർ എടുത്തിട്ട് നമ്മൾ ഭക്ഷ്യാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ടോ? പരുത്തി എടുത്തിട്ട് ഭക്ഷ്യാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. അങ്ങനെ വരുന്നവയാണ് വാണിജ്യ വിള കൃഷി എന്ന് പറയുന്നത്. പിന്നെ ടെക്സ്റ്റിൽ ഒരു ടേബിൾ ആണ് തന്നിരിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഉപജീവന കൃഷിയും സമ്മിശ്ര കൃഷിയും എന്താണെന്നുള്ള കാര്യം, അതുപോലെ തന്നെ തോട്ടവിള കൃഷിയും വാണിജ്യ വിള കൃഷിയും എന്താണെന്നുള്ള കാര്യം അതൊന്നുകൂടി അവർ പോയിന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നു. ഈ ടേബിൾ മസ്റ്റ് ആയിട്ടും എല്ലാവരും ഒന്ന് നോക്കിയിരിക്കുക, ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഉപജീവന കൃഷി എന്ന് വെച്ചാൽ സ്വന്തം ഉപയോഗത്തിന് ആവശ്യമുള്ളതാണ്. അതേസമയം സമ്മിശ്ര കൃഷിയാണെങ്കിലോ ഒരേ വളം തന്നെ ഒന്നിലധികം കൃഷിക്ക് പ്രയോജനപ്പെടുത്തുന്നു. കാരണം ഒന്നിലധികം കൃഷി സമ്മിശ്രമായിട്ടല്ല ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരേ വളം തന്നെ ഒന്നിലധികം കൃഷിക്ക് നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പിന്നെ ആണെങ്കിൽ ഉപജീവന കൃഷി എന്ന് പറയുന്നത് ചെറിയ ഇടങ്ങളിൽ കൃഷി ചെയ്യുന്നു. സമ്മിശ്ര കൃഷിയിൽ ഉൽപാദന ചെലവ്, നമ്മൾ പറഞ്ഞു ഉൽപാദന ചെലവ് താരതമ്യേന കുറവായിട്ടുള്ള ഒരു കൃഷിയാണ് സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത്. ഇനി കമ്പയർ ചെയ്യുകയാണെങ്കിൽ തോട്ടവിള കൃഷിയും വാണിജ്യ കൃഷിയും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവാണ് ഉള്ളത്. അതേസമയം വാണിജ്യ കൃഷി, അതായത് നമ്മുടെ ആധുനിക ടെക്നോളജികളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വാണിജ്യ കൃഷി എന്ന് പറയുന്ന ഉയർന്ന മൂലധന നിക്ഷേപമുണ്ട്. കാരണം അവിടെ കൂടുതൽ നമ്മുടെ ആധുനിക ടെക്നോളജികൾ, ലേറ്റസ്റ്റ് ടെക്നോളജികൾ യൂസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് മൂലധനം കൂടുതൽ ആവശ്യമുണ്ടല്ലോ. അതേസമയം തോട്ടവിള കൃഷി എന്ന് പറയുമ്പോൾ താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവാണ് നമുക്ക് വരുന്നത്. വൻതോതിലുള്ള ഉൽപാദനം നടക്കുന്നുണ്ട്. അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതാണ് വാണിജ്യ കൃഷികൾ. വാണിജ്യ വിള കൃഷി എന്ന് പറയുന്നത് അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ. അതാണ് അത് തമ്മിലുള്ള കമ്പാരിസൺ. തോട്ടവിള കൃഷിയും വാണിജ്യ വിള കൃഷിയും അതുപോലെ തന്നെ ഉപജീവന കൃഷിയും സമ്മിശ്ര കൃഷിയും, ഈ 4 ടൈപ്പ് കൃഷികൾ, ആ വിളകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഭക്ഷ്യവിളകളും നാണ്യവിളകളും എന്താണെന്നത്. ഭക്ഷ്യാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവയാണ് നമ്മൾ ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിലല്ല, നമ്മൾ ക്യാഷിന് വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് നാണ്യവിളകൾ എന്ന് പറയുന്നത്. ഭക്ഷ്യവിളകൾക്ക് ഉദാഹരണമായി നൽകിയിരിക്കുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. നെല്ല്, ഗോതമ്പ്, അതുപോലെ തന്നെ 2 ഭക്ഷ്യവിളകൾക്ക് എക്സാമ്പിൾ ഏതാണ്? നമ്മൾ പറയുന്ന ബാർലി, അതേപോലെ തന്നെ ചോളം, ഇതൊക്കെ ഭക്ഷ്യവിളകൾക്ക് ഉദാഹരണമാണ്. ഇനി നാണ്യവിള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, പരുത്തി എന്ന് പറയുന്നത് നമുക്കൊരു നാണ്യവിളയാണ്. റബ്ബർ എന്ന് പറയുന്നത് ഒരു നാണ്യവിളയാണ്. പിന്നെ അതുപോലെ തന്നെ നാണ്യവിളകൾക്ക് ഉദാഹരണമാണ് കരിമ്പ് എന്ന് പറയുന്നത് ഒരു നാണ്യവിള തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് നമ്മുടെ ജൂട്ട് എന്ന് പറയുന്ന സംഭവം. അതും ഒരു നാണ്യവിള ആണ്. ഓക്കെ, പരുത്തി, ജൂട്ട്, റബ്ബർ, കരിമ്പ്, ഇതൊക്കെ നാണ്യവിളകളാണ്. അടുത്തത് ഓരോ വിളകളും ആ വിളകൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുമാണ് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നത്. പ്രധാനമായും 3 വിളകളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്: ഗോതമ്പ്, പരുത്തി, നെല്ല്. ഗോതമ്പ് പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ, ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് തന്നെയാണ്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, അതുപോലെ തന്നെ പഞ്ചാബ്, ഹരിയാന, ഇത്രയും സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദനത്തിലുള്ളത്. ഗോതമ്പ് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. പരുത്തി എന്ന് പറയുന്നത്, പരുത്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്ത് ആണ്. ഏറ്റവും കൂടുതൽ അതിന്റെ വ്യവസായം, അതായത് കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ബോംബെ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. അതുകൊണ്ട് തന്നെ പരുത്തി ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. പക്ഷെ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ കാര്യത്തിൽ ഗുജറാത്താണ് 1ാം സ്ഥാനത്തുള്ളത്. പിന്നെ തെലങ്കാനയും രാജസ്ഥാനുമാണ് അടുത്ത സംസ്ഥാനങ്ങൾ പരുത്തി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ നെല്ലുൽപാദനത്തിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന സംസ്ഥാനങ്ങൾ വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഇത്രയും സംസ്ഥാനങ്ങളാണ് നെല്ലുൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കാലങ്ങളായിട്ട് കൈമാറി വന്ന ഒരു കൺസെപ്റ്റ് ആണ് നെല്ലുൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം വെസ്റ്റ് ബംഗാൾ ആണെന്ന്. പക്ഷെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ 2024 അനുസരിച്ചിട്ട് നെല്ലുൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് തെലങ്കാനയാണ് എന്നാണ് അവരുടെ റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേയുടെ റിപ്പോർട്ട് ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക. നിലവിൽ 2024 വരെയാണ് വന്നിട്ടുള്ളത്. സ്ഥാനത്ത് നിൽക്കുന്നത് 2023-24 ആണ് വന്നിരിക്കുന്നത്. അതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് തെലങ്കാന തന്നെയാണ്. 2024-25 മേ ബി അടുത്ത നമ്മുടെ ഒരു എക്സാമിന് മുമ്പ് വരാൻ ചാൻസ് ഉണ്ട്. പ്രദേശം മുന്നിലേക്ക് വരാൻ ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നെല്ലുൽപാദനത്തിൽ നിലവിൽ തെലങ്കാനയാണ് നിൽക്കുന്നത്. നമ്മൾ വെസ്റ്റ് ബംഗാൾ എന്നായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ വെസ്റ്റ് ബംഗാൾ അല്ല ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് തെലങ്കാനയാണ്. ഓർത്തിരിക്കുക.
ഓക്കെ. അങ്ങനെ നമ്മുടെ പ്രധാന വിളകളാണ് ഗോതമ്പ്, പരുത്തി, നെല്ല്. അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്യുന്നു എന്ന കാര്യം നോക്കി. പിന്നെ ഈ പറയുന്ന വൈവിധ്യങ്ങളായ കൃഷി രീതികളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ഫസ്റ്റ് എന്ന് പറയുന്ന ഫലഭൂഷ്ടമായ മണ്ണ്. അത് നമുക്ക് അനുകൂലമായ ഒരു കാലാവസ്ഥ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജലസേചന സൗകര്യവും നമുക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നല്ല രീതിയിൽ ഈ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ ഈ ഭൂമിശാസ്ത്രപരമായ ഈ ഘടകങ്ങളെല്ലാം നമുക്ക് അനുകൂലമായത് കൊണ്ടാണ് ഈ കൃഷികളൊക്കെ നമുക്ക് നല്ല രീതിയിൽ നടത്താൻ സാധിക്കുന്നത്. ഇനി കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും, അതായത് നമ്മുടെ കൃഷിയിൽ അധിഷ്ഠിതമായ വ്യവസായങ്ങളിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായം എന്ന് പറഞ്ഞാൽ പരുത്തി കൃഷിയാണ്. അതായത് ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് പരുത്തി ആണ്. ഓർത്തിരിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണെന്നുള്ളത് അത് പരുത്തിയാണ്. കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളെ ആണ് കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. കാർഷിക ഉൽപ്പന്നമായ പരുത്തി തുണി വ്യവസായത്തിന്റെ അസംസ്കൃത വസ്തുവാണ്. അതിനാൽ തുണി വ്യവസായം കൃഷി അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ്. ഇതുപോലെ റബ്ബർ, കരിമ്പ് തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ വിവിധ വ്യവസായങ്ങളുടെ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്നു. കാർഷികോൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്ന കൂടുതൽ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കാർഷികോൽപ്പന്നങ്ങൾ, പരുത്തി എന്ന് പറയുന്ന ഒരു കാർഷികോൽപ്പന്നം, കരിമ്പ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ പരുത്തി എന്തിനാ യൂസ് ചെയ്യുന്നത്? തുണി വ്യവസായത്തിനാണ്. അതേസമയം നമ്മൾ കരിമ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പഞ്ചസാര വ്യവസായത്തിനാണ് കരിമ്പ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ റബ്ബർ എന്ന് പറയുന്ന സംഭവം എന്തിനാണ്? വ്യവസായത്തിനാണ്. നമ്മൾ ടയറുകളും അങ്ങനെയുള്ള റബ്ബർ ഉൽപ്പന്നങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതും ഒരു വ്യവസായം തന്നെയാണല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളും അതെന്തിനു യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നു. ഇനി അങ്ങനെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പ്രധാനപ്പെട്ട നമ്മുടെ കാർഷിക വിളകൾ ഏതൊക്കെയാണെന്നും അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ നോക്കി. ഇനി നമുക്ക് നോക്കേണ്ടത് ധാതു സമ്പത്തുകളെയാണ്. അതായത് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളുണ്ട്. ലോഹം, അലോഹം, ഈ പറയുന്ന ലോഹ അലോഹ സംയുക്തങ്ങളെ ആണ് നമ്മൾ ധാതുക്കൾ എന്ന് വിളിക്കുന്നത്. കുറെ ധാതു സമ്പത്തുകളിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. കാരണം ഛോട്ടാ നാഗ്പൂർ പോലുള്ള പീഠഭൂമികൾ നമുക്കുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ധാതു സംയുക്തങ്ങളുടെ ഒരു സമ്പന്നമായ രാഷ്ട്രം എന്ന് തന്നെ പറയാം. അപ്പോൾ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോഹ അലോഹ സംയുക്തങ്ങളെ ആണ് ധാതുക്കൾ എന്ന് പറയുന്നത്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ, ബോക്സൈറ്റ്, സിന്നബർ എന്നിവ ലോഹധാതുക്കളാണ്. ഇവയിൽ പലതും ലോഹങ്ങളുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. നമുക്കറിയാലോ, നമ്മളിപ്പം അലുമിനിയം എന്ന് പറയുന്ന ലോഹം എന്തിൽ നിന്നാണ്? ബോക്സൈറ്റ് എന്നാണ്. ബോക്സൈറ്റ് നിന്നാണ് അലുമിനിയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇരുമ്പിന്റെ അയിരുകളാണ് ഹേമറ്റൈറ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ബോക്സൈറ്റ് ഓർത്തിരിക്കുക, അതെന്താണ്? അത് അലുമിനിയത്തിൻ്റെത് ആണ്. ഹേമറ്റൈറ്റ് എന്ന് പറയുന്നത് ഇരുമ്പിന്റേത്. കലാമിൻ എന്ന് പറയുന്നത് സിങ്കിൻ്റെത് ആണ്. ഓക്കെ, പിന്നെ മൈക്ക, വജ്രം, സിലിക്ക തുടങ്ങിയ അലോഹധാതുക്കളും കൽക്കരി, പെട്രോളിയം എന്നിവ ഇന്ധനധാതുക്കളും ആണ്. അപ്പം ലോഹധാതുക്കളാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, കലാമിൻ, ബോക്സൈറ്റ്, സിന്നബർ എന്നിവ ലോഹധാതുക്കളും മൈക്ക, വജ്രം, സിലിക്ക തുടങ്ങിയവ അലോഹധാതുക്കളുമാണ്. ഇനി കൽക്കരി, പെട്രോളിയം എന്നിവ ഇന്ധനധാതുക്കളുമാണ്. ധാതുക്കളെ പ്രധാന അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്നവയാണ് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. വെരി ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടി ആണ്. രാജ്യത്തെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം, ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ചോദിച്ചാൽ പരുത്തി, ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇന്ത്യയിൽ ചോദിച്ചാൽ അത് ഇരുമ്പുമാണ്. ഏത് വ്യവസായ മേഖലയുടെ നട്ടെല്ലിനും പ്രാഥമിക വ്യവസായം എന്നും അറിയപ്പെടുന്നു. ഇത് വ്യവസായ മേഖലയുടെ നട്ടെല്ലെന്നും അതുപോലെ തന്നെ നമ്മുടെ പ്രാഥമിക വ്യവസായം എന്നും അറിയപ്പെടുന്നതാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഓക്കെ, രാജ്യത്തെ പ്രധാനപ്പെട്ട ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇരുമ്പുരുക്ക് വ്യവസായം, ചെമ്പ് വ്യവസായം, അലുമിനിയം വ്യവസായം, ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ധാതു അധിഷ്ഠിത വ്യവസായങ്ങളാണ്. ഇനി നമുക്ക് ധാതുക്കളും അതിന്റെ ഉപയോഗവും ഒന്ന് നോക്കാം. ഒരു പട്ടിക ഒരു നൽകിയുള്ള ടേബിൾ നൽകിയിട്ടുണ്ട്. അത് വെച്ചിട്ട് ഓരോ ധാതുക്കൾ. ഹേമറ്റൈറ്റ് എന്ന് പറയുന്നത് ഇരുമ്പിന്റെ ധാതുവാണ്. ഇരുമ്പുരുക്ക് നിർമ്മാണത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി സിലിക്ക എന്ന് പറയുന്നതോ, അതിന്റെ ഉപയോഗം എന്താണ്? സിലിക്ക നമ്മൾ ഗ്ലാസ്സുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതാണ്. ബോക്സൈറ്റ് എന്ന് പറയുന്ന അലുമിനിയത്തിൻ്റെത് ആണ്. അത് വിമാനം, വൈദ്യുതോപകരണങ്ങൾ ഇവയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബോക്സൈറ്റ്. വജ്രം എന്ന് പറയുന്ന ധാതുവിന്റെ ഉപയോഗം എന്താണ്? നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഓർണമെന്റൽസ്, ആഭരണങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ്. കൽക്കരി ആണെങ്കിൽ തീവണ്ടി, ഇരുമ്പ് നിർമ്മാണം, ഇതിനൊക്കെയാണ് നമ്മൾ കൽക്കരിയുടെ വരുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇതിന് ഉപയോഗമാണ് നമുക്ക് പ്രധാനമായും വരുന്നത്. അപ്പൊ ധാതുക്കൾ ഏതൊക്കെയാണ്? ആ ധാതുക്കളുടെ ഉപയോഗവുമാണ് നമ്മൾ പറഞ്ഞത്.
ഇനി നമ്മൾ കൃഷിയും ധാതുക്കളുടെയും കാര്യം കഴിഞ്ഞു. ഇനി നമ്മൾ വരുന്നത് നമ്മുടെ ഹരിത വിപ്ലവത്തിലേക്കാണ് വരുന്നത്. കുറെ എക്സാമുകളിൽ ട്രെൻഡാണ് ഹരിത വിപ്ലവത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. കാര്യം പറഞ്ഞാൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. എം.എസ്. സ്വാമിനാഥനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ഹരിത വിപ്ലവം ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഹരിത വിപ്ലവത്തിനെ പറ്റി ചോദിക്കാറുള്ളത്. എന്നിരുന്നാലും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. കാരണം നമുക്ക് ഇപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു വന്നിരിക്കുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ഇപ്പൊ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും. അത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ തന്നെ ചോദിക്കും. അപ്പൊ ചിലത് നമുക്ക് കാണും, ഇത് ഹരിത വിപ്ലവത്തിന്റെ നേട്ടമല്ല, ഇത് ഹരിത വിപ്ലവത്തിന്റെ കോട്ടമല്ല, ഇവർ തന്നിരിക്കുന്ന തെറ്റാണെന്ന് തോന്നും. ചിലപ്പോൾ ആക്ച്വലി ചിലപ്പോൾ അത് കോട്ടമായിരിക്കും, നമുക്കത് നേട്ടമായിട്ട് തോന്നും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഇതൊന്ന് നോക്കുക. ഈ ഹരിത വിപ്ലവം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്തും സ്വാതന്ത്ര്യലബ്ധിയോടും അനുബന്ധിച്ച് ഇന്ത്യൻ കാർഷിക മേഖല അഭിമുഖീകരിച്ച ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഹരിത വിപ്ലവത്തിലേക്ക് വഴിതിരിക്കാൻ പ്രധാന കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്താണ് ഭൂമി, അതായത് കർഷകന് ഭൂമി ഉണ്ടായിരുന്നില്ല. കർഷകൻ അവിടെ പണിയെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ആദായം മുഴുവൻ ബ്രിട്ടീഷുകാർ കൊണ്ടുപോകും. അങ്ങനെ നമ്മുടെ കാർഷിക മേഖല ഭയങ്കരമായി ഡള്ളായിരിക്കുന്ന ഒരവസ്ഥയാണ്. ആ സമയത്താണ് എം.എസ്. സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ ഹരിത വിപ്ലവം ഇന്ത്യയിൽ ഉടലെടുക്കുന്നത്. പ്രധാനമായും കാർഷിക മേഖലയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നും ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതുമായിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പൊ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായവും അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതി, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അന്ന് കാർഷിക മേഖല നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ. സ്വാതന്ത്ര്യലബ്ധി സമയത്ത് നമ്മുടെ രാജ്യത്തെ കാർഷിക രംഗം വിവിധങ്ങളായ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. ഈ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനായി സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കരണം, ഹരിത വിപ്ലവം എന്നീ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാവുന്നതേ ഉള്ളൂ. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സ്വതന്ത്ര ഇന്ത്യയിൽ നടപ്പിലാക്കിയാണ് ഭൂപരിഷ്കരണം, ഹരിത വിപ്ലവം. ഏത് പ്രതിസന്ധി? അതായത് കാർഷിക രംഗം നേരിട്ടുകൊണ്ടിരുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കരണം, ഹരിത വിപ്ലവം എന്നീ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കി. ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി ഒരു വ്യക്തി അയാളുടെ ഉടമസ്ഥതയിൽ വയ്ക്കുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിച്ചു. അതാണ് ഭൂപരിഷ്കരണത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. ആ പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ മിച്ചഭൂമിയായി കണക്കാക്കി ഗവൺമെന്റ് ഏറ്റെടുത്ത് ഭൂരഹിതരായ കർഷകർക്കും കുടിയാന്മാർക്കും വിതരണം ചെയ്തു. തൽഫലമായി കാർഷിക ഉൽപ്പന്നങ്ങൾ വർദ്ധിച്ചു. ഇന്ത്യക്ക് മാതൃകയായി ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം. ഭക്ഷ്യധാന്യങ്ങൾ പ്രധാനമായും ആദ്യഘട്ട നേട്ടം കാണുന്നത് ഗോതമ്പ് ഉൽപ്പന്നത്തിലാണ്. അതിനാൽ തന്നെ ഗോതമ്പ് വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായ ഭക്ഷ്യവിള ഏതാണെന്നുള്ളത്. അത് ഗോതമ്പാണ്. ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായ നാണ്യവിള ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ കരിമ്പുമാണ്. മാറിപ്പോകരുത്, ഭക്ഷ്യവിള ഗോതമ്പും നാണ്യവിള കരിമ്പുമാണ്. ഇനി ഈ പറയുന്ന ഹരിത വിപ്ലവത്തിനെ നമ്മൾ ഗോതമ്പ് വിപ്ലവം, അതായത് ഒന്നാം ഘട്ട ഹരിത വിപ്ലവത്തിന് ഗോതമ്പ് വിപ്ലവം എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇനി ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ 1925 ഓഗസ്റ്റ് 7 തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചതാണ്. എം.എസ്. സ്വാമിനാഥൻ 1925 ഓഗസ്റ്റ് മാസം 7 തീയതി, കറക്റ്റ് ആയിട്ട് ഡേറ്റ് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബർത്ത് പ്ലേസ് കുംഭകോണമാണെന്ന്, തമിഴ്നാട്ടിലെ കുംഭകോണമാണെന്ന് അറിഞ്ഞിരിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യ ഡയറക്ടറായി പ്രവർത്തിച്ചു. രാജ്യത്തെ 70% ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രാജ്യം ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. അതിന് പരിഹാരം കാണുന്നതിനായി നോർമൻ ഇ ബോർലോഗുമായി സഹകരിച്ച്, നോർമൻ ഇ ബോർലോഗ് ആരാണ്? ലോകത്തിൽ തന്നെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നോർമൻ ഇ ബോർലോഗ് എന്ന് പറയുന്നത്. സഹകരിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഹരിത വിപ്ലവ പരീക്ഷണം നടത്തി. തൽഫലമായി ഉൽപാദനം മുൻ വിളവെടുപ്പിനേക്കാൾ 5 ദശലക്ഷം ടൺ വർദ്ധിച്ചു. ഇതിനെ തുടർന്ന് ഇന്ത്യ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്തു. ഈ നേട്ടങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിച്ച അദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ, ഭാരതരത്നം എന്നീ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. 2023 സെപ്റ്റംബർ 27 അദ്ദേഹം ചെന്നൈയിൽ അന്തരിച്ചു. ഇദ്ദേഹം മരിച്ച ഡേറ്റ് അന്ന് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കുന്നതായിരുന്നു. പക്ഷെ ഇന്ന് അതൊരു GK ഫാക്ടറായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അതും ഒന്ന് അറിഞ്ഞിരിക്കുക. ബർത്ത് ഡേറ്റും അറിഞ്ഞിരിക്കുക. 1925 ഓഗസ്റ്റ് മാസം 7 തീയതി തമിഴ്നാട്ടിലെ കുംഭകോണത്ത് ജനനം. 2023 സെപ്റ്റംബർ മാസം 28 തീയതി ചെന്നൈയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു, അന്തരിച്ചു. ഓക്കെ, ഇനി ഹരിത വിപ്ലവത്തിന്റെ ഇരുപുറങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഹരിത വിപ്ലവത്തിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്. ഇതിന്റെ നേട്ടങ്ങൾ നമുക്ക് നോക്കാം. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ വർധനവുണ്ടായി. ഫസ്റ്റ് നേട്ടം തന്നെയായിരുന്നല്ലോ അത്.
അതേപോലെ തന്നെ നമ്മൾ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും കുറഞ്ഞു. അടുത്തത് ഇതിന്റെ പരിമിതികളാണ്. ജലം അമിതമായി ഉപയോഗിച്ചത് വഴി ഭൂഗർഭജലത്തിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. അതേപോലെ തന്നെയുള്ള ഒരു പരിമിതിയാണ് രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിന്റെ സ്വാഭാവിക ഫലപുഷ്ടി നഷ്ടപ്പെടുത്തി. ഇത് രണ്ടും ഇതിന്റെ പരിമിതികളാണ്. ഇനി നോർമൻ ഇ ബോർലോഗിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന നോർമൻ ഏണസ്റ്റ് ബോർലോഗ 1914 മാർച്ച് 25 അമേരിക്കയിൽ ജനിച്ച ഇദ്ദേഹം പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിനുള്ള ആദ്യപടി എന്ന് വിശ്വസിച്ചു. 1970 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ഇദ്ദേഹത്തിന് IR എന്നറിഞ്ഞിരിക്കുക നോർമൻ ബോർലോഗിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് 1970. ഇനി എന്താണ് ദാരിദ്ര്യമെന്നും ദാരിദ്ര്യ രേഖ എന്താണ് എന്നുമാണ് ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. മിതമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത തരത്തിൽ വരുമാനമോ സ്വത്തോ പ്രാപ്യമാക്കാനുള്ള ശേഷിയില്ലാത്തവരെയാണ് ദാരിദ്ര്യർ എന്ന് പറയുന്നത്. ഒരു രാജ്യത്തെ ജനങ്ങളെ ദാരിദ്ര്യരെന്നും അല്ലാത്തവരെന്നും വിഭജിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് ദാരിദ്ര്യ രേഖ എന്ന് പറയുന്നത്. ഒരാളുടെ വരുമാനത്തിന്റെയും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ട ഊർജത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യം ദാരിദ്ര്യം കണക്കാക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. നഗരപ്രദേശങ്ങളിൽ 2000 കലോറിയും ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയുമാണ് കണക്കാക്കുന്നത്. ഇനി രാജ്യത്തെ ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തൊഴിലില്ലായ്മ നമ്മുടെ ഒരു പ്രധാന കാരണമാണ്. അതേപോലെ തന്നെ കടബാധ്യതകൾ വരുന്ന നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടും. അവസര സമത്വം, പലപ്പോഴും നമ്മുടെ അവസര സമത്വം ആ ഒരു പ്രശ്നം, അതായത് എല്ലാവരെയും തുല്യരായി കണക്കാക്കാതെ സമൂഹം മുന്നോട്ട് പോകുന്നത് ദാരിദ്ര്യത്തിലേക്ക് പോകാൻ കാരണമാകുന്നു. പിന്നെ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം, എല്ലാ വസ്തുക്കൾക്കും, ഭക്ഷ്യവിളകൾ മാത്രമല്ല എല്ലാ വസ്തുക്കൾക്കും ഇന്ന് ഭയങ്കരമായിട്ട് റേറ്റ് കുതിച്ചു കയറുകയാണ്. അതും ദാരിദ്ര്യത്തിന് കാരണമാകുന്നു. പിന്നെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും ഒരു കാരണമാണ്. ഓക്കെ, ഇത്രയുമൊക്കെയാണ് പ്രധാനമായും ദാരിദ്ര്യത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് ബഹുമുഖ ദാരിദ്ര്യ സൂചിക. ഇന്ന് നിതി ആയോഗ്, അതായത് നമ്മുടെ നിതി ആയോഗ് സ്വീകരിച്ചിരിക്കുന്ന ഒരു കാര്യം ആണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക എന്ന് പറയുന്നത്. ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ രീതി ആണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക. ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവും UN ഡെവലപ്മെന്റ് പ്രോഗ്രാം, അത് നമ്മുടെ UNDPയും സംയുക്തമായി തയ്യാറാക്കിയതാണിത്. ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നീ 3 തലങ്ങളിലെ 12 സൂചകങ്ങളെ വിലയിരുത്തിയാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്. നമുക്ക് ഇപ്പോഴത്തെ രീതിയിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പില്. അതായത് കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം ഈ 3 ഘടകങ്ങളെ കൺസിഡർ ചെയ്തുകൊണ്ട് 12 സൂചകങ്ങളെ വിലയിരുത്തിയാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്. ബഹുമുഖ ദാരിദ്ര്യം സൂചിക അനുസരിച്ച് ദാരിദ്ര്യം അളക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡം വരുമാനം മാത്രമല്ല എന്നതാണ് ഇമ്പോർട്ടന്റ്. എന്നാൽ ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന ജീവിത നിലവാരം എന്നിവ ഓരോ വ്യക്തിക്കും കുടുംബത്തിനും എത്രത്തോളം ആർജിക്കാൻ കഴിയുന്നു എന്നതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ബഹുമുഖ ദാരിദ്ര്യം കണക്കാക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ നിതി ആയോഗ് അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കണം? പോഷകാഹാരങ്ങൾ, കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്ക്, മാതൃ ആരോഗ്യം, ഇത്രയും കാര്യം നമ്മൾ ആരോഗ്യത്തിൽ കൺസിഡർ ചെയ്യണം. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ സ്കൂൾ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ സ്കൂളിലെ ഹാജർ നിലയും നോക്കണം. ഈ ജീവിത നിലവാരം എന്ന് പറയുമ്പോൾ പാചകേന്ദ്രങ്ങളുടെ ലഭ്യത, അതുപോലെ തന്നെ നമ്മുടെ ശുചിത്വം എത്രമാത്രമുണ്ട്, കുടിവെള്ളത്തിന്റെ ലഭ്യത, വൈദ്യുതി, ഭവനം, ആസ്തികള്, ബാങ്ക് അക്കൗണ്ടുകൾ, ഇത്രയും കാര്യങ്ങൾ ജീവിത നിലവാരത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. നിതി ആയോഗ് അംഗീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും 2015-16 അതുപോലെ തന്നെ 19-21 വർഷങ്ങളിൽ ദാരിദ്ര്യ നിലയിലെ ഗ്രാഫിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അത് അത്രയും പ്രീവിയസ് ഇയറിലെ ഒരു ഗ്രാഫാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഇത്രയുള്ള ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം ഉള്ള സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത്. ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള നമ്മുടെ ഏതാണ് വരുന്നത്? അത് പുതുച്ചേരിയാണ് വരുന്നത്.
ഇത്രയുമാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പുതുച്ചേരി എന്ന് പറഞ്ഞു, പക്ഷെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണ് പുതുച്ചേരിക്ക് ഏറ്റവും കുറവ്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ ഏറ്റവും കൂടുതലുള്ളത് പുതുച്ചേരി, ഏറ്റവും കുറവുള്ളത് പുതുച്ചേരിയിലാണ്. അതേസമയം നമ്മുടെ സംസ്ഥാനങ്ങളുടെ കേസ് നോക്കാൻ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ളത് ബീഹാറിലും ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ളത് നമ്മുടെ സ്വന്തം സംസ്ഥാനമായ കേരളവുമാണ്. അത് ഈ പറയുന്ന നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭദ്രാനഗർ ഹവേലി ആൻഡ് ദാമൻ ദ്വീപിലും ഏറ്റവും കുറവുള്ളത്, ദാരിദ്ര്യം ഏറ്റവും കുറവുള്ളത് പുതുച്ചേരിയിലുമാണ്. ഇത്രയും അറിഞ്ഞിരിക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാനുള്ളത്, ദാരിദ്ര്യത്തിൽ നിന്നും കരകയറാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഒക്കെ കുറച്ച് സ്കീമുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ എക്സാമിൽ ഇപ്പോൾ ടോപ്പിക്ക് തന്നെയാണ് പ്രധാനപ്പെട്ട സ്കീംസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് സ്കീംസ് എന്ന് പറയുന്നത്. ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഈ സ്കീംസ് എങ്കിലും മസ്റ്റ് ആയിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരങ്ങളും വരുമാനവും ലഭിക്കുന്ന 2 പദ്ധതിയാണ്. അത് സ്വയം തൊഴിൽ, വേതന തൊഴിൽ പദ്ധതി. സ്വയം തൊഴിൽ പദ്ധതി അല്ലെങ്കിൽ വേതന തൊഴിൽ പദ്ധതികളിൽ വരുന്നതാണ് ഈ പറയുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി റോസ്ഗാർ യോജനയും. രണ്ടും എന്താണ്? താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരങ്ങളും വരുമാനവും ലഭിക്കുന്നതാണ്. അടുത്താണ് ജീവനം പദ്ധതി എന്ന് പറയുന്നത്. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഇരയായ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതാണ് ജീവനം പദ്ധതി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് എന്താണ് ജീവനം പദ്ധതി എന്നുള്ളത്. അടുത്ത അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. അതായത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ഗ്രാമപ്രദേശങ്ങളെ പ്രതിനിധീകരിക്കുമ്പോൾ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് നഗരപ്രദേശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നഗരപ്രദേശങ്ങൾ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നു. ഓക്കെ, ഇത്രയുമാണ് പ്രധാനമായിട്ടും സ്വയം തൊഴിൽ അല്ലെങ്കിൽ വേതന തൊഴിൽ പദ്ധതികളിൽ ടെക്സ്റ്റ് നൽകിയിരിക്കുന്നത്. അത് കൂടാതെയും പദ്ധതികളുണ്ട്, അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ പൊതുവിതരണ സംവിധാനം ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. അതായത് പ്രധാനമായിട്ടും വരുന്നതാണ് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ എന്ന് പറയുന്നത്. 1 മുതൽ 8 വരെ ഈ ക്ലാസ് അറിഞ്ഞിരിക്കുക. 1 മുതൽ 7 വരെ അല്ല, 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി. നമുക്ക് സ്വാഭാവികമായും തോന്നും 1 മുതൽ 7 വരെയാണെന്ന്, അതായത് യു പി ക്ലാസ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പറയും. പക്ഷെ 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി ആണ് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ എന്ന് പറയുന്നത്. അടുത്താണ് സുഭിക്ഷ കേരളം പദ്ധതി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് സുഭിക്ഷ കേരളം പദ്ധതി എന്താണെന്നുള്ളത്. കേരളത്തെ ഭക്ഷ്യസ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട സാമൂഹിക സുരക്ഷാ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാണ് ദേശീയ സാമൂഹിക സഹായ പദ്ധതി, അതുപോലെ തന്നെ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഇത് രണ്ടും നിരാലംബരായ മുതിർന്ന പൗരന്മാർക്ക് പെൻഷനും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നതാണ്. ഇനി നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അറിഞ്ഞിരിക്കുക. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ്. ആർക്കാണ്? അംഗപരിമിതർക്ക്, അതായത് ഭിന്നശേഷി വർഗത്തിനുള്ള അംഗപരിമിതർക്ക്, ഭിന്നശേഷി അല്ലാട്ടോ, അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നൽകുന്ന പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ കേരളത്തിൽ വരുന്ന കുറച്ച് പദ്ധതികളും കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നമുക്ക് സ്നേഹസാന്ത്വനം പദ്ധതി. എന്താണ് സ്നേഹസാന്ത്വനം പദ്ധതി? അതായത് എൻഡോസൾഫാൻ ദുരിതം അനുഭവിക്കുന്നവർക്ക് പ്രതിമാസം 2200 രൂപ, അതൊന്നും അതിജീവിച്ചവരുണ്ടല്ലോ, 2200 രൂപ നൽകുന്ന പദ്ധതി ആണ് സ്നേഹസാന്ത്വനം പദ്ധതി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ടത് ആണ് വയോമിത്രം പദ്ധതി എന്ന് പറയുന്ന. വയോമിത്രം എന്താണ്? വയോമിത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. വയോമിത്രം പദ്ധതി എന്ന് പറഞ്ഞാൽ 65 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് വയോമിത്രം പദ്ധതി. അടുത്തതാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പദ്ധതി എന്ന് പറയുന്നത്. അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം തന്നെയാണ് അതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുമ്പോൾ. ഇനി അടുത്തത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. അതായത് കാരുണ്യ ലോട്ടറിയൊക്കെ നമുക്കറിയാം, അതാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. അടുത്തത് താലോലം പദ്ധതി എന്ന് പറയുന്നത്. താലോലം പദ്ധതി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 18 വയസ്സ് താഴെ പ്രായമുള്ള കുട്ടികളുടെ സൗജന്യ ചികിത്സാ പദ്ധതിയാണ് താലോലം പദ്ധതി എന്ന് പറയുന്നത്. ഇനി ആശ്വാസകിരണം പദ്ധതി. ആശ്വാസകിരണം പദ്ധതി എന്ന് പറഞ്ഞാൽ കിടപ്പിലായ രോഗികളെ നോക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, കൂട്ടിരിപ്പുകാര്, അവർക്ക് മാസം 1000 രൂപ വെച്ച് നൽകുന്ന പദ്ധതി ആണ് ആശ്വാസകിരണം എന്ന് പറയുന്നത്.
അടുത്ത സ്നേഹപൂർവ്വം പദ്ധതി മാതാവോ പിതാവോ അല്ലെങ്കിൽ രണ്ടുപേരും നഷ്ടപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ളതാണ് സ്നേഹപൂർവ്വം പദ്ധതി. അടുത്ത ക്യാൻസർ സുരക്ഷാ പദ്ധതി വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ലൈഫ് മിഷൻ പദ്ധതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. നമ്മളെല്ലാ പദ്ധതികളും അറിഞ്ഞില്ലെങ്കിലും ജസ്റ്റ് ഇത്രയും പദ്ധതികളെങ്കിലും ഈ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഇത്രയും പദ്ധതികളെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക. അതായത് സ്നേഹസാന്ത്വനം, വയോമിത്രം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, താലോലം പദ്ധതി, ആശ്വാസകിരണം, സ്നേഹപൂർവ്വം, ക്യാൻസർ സുരക്ഷ, ലൈഫ് മിഷൻ. ഇത്രയും പദ്ധതികൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ഇതെല്ലാം ഇതിനു മുമ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്തതാണ് നമ്മൾ നോക്കേണ്ടതാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. അതായത് ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ പദ്ധതി. സാമൂഹിക ജീവിതത്തിൽ ഭൂരിഭാഗം മേഖലകളിലും ഈ പ്രസ്ഥാനം വ്യാപിച്ചു കഴിഞ്ഞു. ഷീ സ്റ്റാർട്ട്സ്, ജനകീയ ഹോട്ടലുകൾ, കൊച്ചി മെട്രോ സർവീസ്, കേരളത്തിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് എന്നിവയിലും കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലെടുക്കുന്നു. രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും കുടുംബശ്രീ മാതൃക ഏറ്റെടുത്തിട്ടുണ്ട്. കുടുംബശ്രീയുടെ അനുഭവങ്ങളും നേട്ടങ്ങളും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും സമൂഹ മൂലധനവും സമാഹരണത്തിനും സഹായകരമാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. കുടുംബശ്രീ എന്ന് പറയുന്നത് ശരിക്കും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും കൂടി വന്നതാണ്. 1998 മെയ് 17 ആന്ധ്രാപ്രദേശിലെ ബന്ധാലപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് കുടുംബശ്രീ പദ്ധതി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. ഒരു സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവരവർക്ക് ആവശ്യമായ അളവിൽ സുരക്ഷിതവും അതേപോലെ തന്നെ പോഷക സമ്പുഷ്ടമായ ആഹാരം ലഭ്യമാക്കുകയും അവ നേടാൻ ആവശ്യമായ സാഹചര്യം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഭക്ഷ്യസുരക്ഷ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? പലപ്പോഴും നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം നമുക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കില്ല. പിന്നെ വ്യവസായവൽക്കരണം, അതായത് വ്യവസായത്തിന്റെ കടന്നുവരവ് പലപ്പോഴും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ പറ്റുന്നില്ല. വരുമാനക്കുറവ്, അതുപോലെ തന്നെ വില വർധനവ്, ലഭ്യതക്കുറവ്, വിതരണത്തിലെ അസന്തുലിതാവസ്ഥ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. പിന്നെ സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാകുന്ന നമ്മുടെ ഗവൺമെന്റിന്റെ പല സ്ഥാപനങ്ങളും നമുക്കറിയാം. അങ്ങനെ ഒരെണ്ണമാണ് സിവിൽ സപ്ലൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, നമ്മുടെ റേഷൻ കടകൾ, അതെ, നമ്മുടെ മാവേലി സ്റ്റോറുകൾ, അതെ, മൊബൈൽ മാവേലി സ്റ്റോറുകൾ, അതെ, ഇതൊക്കെയാണെങ്കിൽ സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന ഗവൺമെന്റിന്റെ സ്ഥാപനമാണ്. ഇനി അടുത്തത് വിശപ്പ് രഹിത കേരളം എന്ന് പറയുന്നത് 2017-18 മുതൽ കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ ആണ് ഈ പറയുന്ന പദ്ധതി നടപ്പിലാക്കി വന്നത്. ഇത്തരം നൂതന പദ്ധതികളിലൂടെ എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണം ഉറപ്പുവരുത്തുക വഴി ഭക്ഷ്യസുരക്ഷ കൈവരിക്കുക എന്നതാണ് ലക്ഷ്യം. ഈ ഇയർ അറിഞ്ഞിരിക്കുക 2017-18 അതേപോലെ തന്നെ ഇത് ആരുടെയൊക്കെ സഹായത്തോടെയാണ്? കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് വിശപ്പ് രഹിത കേരളം എന്ന് പറയുന്നത്. ആരോഗ്യം പൂർണ്ണമായും ജീവിതം നിലനിർത്തുവാൻ പോഷകസമൃദ്ധമായ ആഹാരം മതിയായ അളവിൽ ആവശ്യമാണ്. ഭക്ഷ്യസുരക്ഷയില്ലായ്മ പൊതുവെ സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയാണ് ബാധിക്കുന്നത്. എന്നാൽ ഭൂകമ്പം, വരൾച്ച, വെള്ളപ്പൊക്കം, സുനാമി, മഹാമാരികൾ തുടങ്ങിയവ നേരിടുമ്പോൾ രാജ്യത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെയും ഭക്ഷ്യസുരക്ഷയില്ലായ്മ ബാധിക്കും. പൊതുവിതരണ സംവിധാനത്തിന്റെ ഫലപ്രദമായ ഇടപെടലുകൾ മൂലം ഭക്ഷ്യക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കാവുന്നതാണ്. അപ്പം ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇതിനകത്ത് പ്രധാനമായും നമ്മൾ പറഞ്ഞത് നമ്മുടെ പ്രധാനപ്പെട്ട ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വിളകൾ പറഞ്ഞു, അതേപോലെ തന്നെ ധാതു സമ്പത്തിനെ പറ്റി പറഞ്ഞു, ഹരിത വിപ്ലവത്തിനെ പറ്റി പറഞ്ഞു, പിന്നെ പ്രധാന സ്കീംസ് പറഞ്ഞു, കുടുംബശ്രീ എന്താണെന്ന് പറഞ്ഞു, വിശപ്പ് രഹിത കേരളം, ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായും ഈ ടോപ്പിക്കിൽ ഉണ്ടായിരുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അപ്പൊ അടുത്ത ഒരു ചാപ്റ്ററുമായി വരുന്നത് വരെ എല്ലാവർക്കും ഓക്കെ, ബൈ, സീ യു അഗെയിൻ.